RSS നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂൾ കോമ്പൗണ്ടിൽ കണ്ടെത്തിയത് മാരകമായ സ്ഫോടക വസ്തുക്കളെന്ന് പോലീസ്. സ്ഫോടക വസ്തുക്കൾ ബോധപൂർവം സ്കൂളിൽ എത്തിച്ചതാണെന്നും എഫ്ഐആറിൽ പറയുന്നു. RSS കാര്യാലയങ്ങൾ റെയ്ഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. മൂത്താൻതറ RSS നിയന്ത്രണത്തിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂളിന്റെ പരിസരത്ത് സ്ഫോടക വസ്തു പൊട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് എഫ്ഐആറിലുള്ളത്. എക്സ്പ്ലോസീവ് ആക്ട് ചുമത്തിയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ബോധപൂർവം സ്കൂളിൽ കൊണ്ടുവച്ചതാണെന്നും എഫ്ഐആറിൽ പറയുന്നു. 4 സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. എല്ലാ ദിവസവും RSS ശാഖ സംഘടിപ്പിക്കുന്ന സ്ഥലത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇക്കാരണം കൊണ്ട് തന്നെ CPM-ഉം കോൺഗ്രസും വിഷയം രാഷ്ട്രീയമായും ഏറ്റെടുത്തു കഴിഞ്ഞു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്കൂളിൽ നിന്ന് 600 മീറ്റർ അകലെയുള്ള RSS കാര്യാലയം എത്രയും പെട്ടെന്ന് റെയ്ഡ് ചെയ്യണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. പാലക്കാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉഗ്രമായ കലാപങ്ങളും സ്ഫോടനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഒരുക്കുകൂട്ടിയ ആയുധശേഖരവും ബോംബുകളുമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി RSSൻ്റെ കാര്യാലയം റെയ്ഡ് ചെയ്യണം. RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകൾ ഈ കാര്യത്തിന് വേണ്ടി റെയ്ഡ് ചെയ്യണം. അപ്പോഴറിയാം ഇത് എവിടെ നിന്നാണ് കിട്ടി എന്നുള്ളത് വളരെ വ്യക്തമാകും. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദമാണ് BJP ഉയർത്തുന്നത്. ആദ്യഘട്ടത്തിൽ പട്ടി കൊണ്ടിട്ടതാകാമെന്ന വിചിത്രവാദമാണ് BJP ഉയർത്തിയത്. പിന്നീടാണ് ഗൂഢാലോചന ആരോപണത്തിലേക്ക് ചുവടുമാറ്റിയത്. സ്കൂളിനുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയതിനെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.